ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. അനുസരണം എന്ന വ്രതം. ആദ്യത്തെ 2 വ്രതങ്ങളേക്കാൾ ഉന്നതമാണ് അനുസരണ വ്രതം. യഥാർത്ഥത്തിൽ ഇതൊരു ദഹന ബലിയാണ്. ഇതാണ് ആശ്രമങ്ങളെ രൂപീകരിക്കുന്നതും സജീവമാക്കുന്നതും. അതിനാൽ ഇത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ചോദ്യം: എന്താണ് അനുസരണ വ്രതം വഴി നമ്മെ കടപ്പെടുത്തുന്നത്? അനുസരണ വ്രതം വഴി നിയമത്തിൻ്റെ കീഴ് തൻ്റെ നിയമാനുസൃതമായ അധികാരികൾ കൽപ്പിക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അനുസരിച്ച് കൊള്ളാമെന്ന് സമർപ്പിതർ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. നിയമങ്ങൾക്ക് അനുസൃതമായി തൻ്റെ ജീവിതം മുഴുവനും എല്ലാ പ്രവൃത്തികളിലും തൻ്റെ അധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ അനുസരണവ്രതം കടപ്പെടുത്തുന്നു. അനുസരണത്തിന് കീഴ് നൽകപ്പെടുന്ന ഓരോ കൽപ്പന ലംഘിക്കുമ്പോഴും സമർപ്പിതർ ഈ വ്രതത്തിനെതിരായി മാരകമായ പാപം ചെയ്യുന്നു. അനുസരണം എന്ന പുണ്യം. അനുസരണമെന്ന വ്രതത്തേക്കാൾ ഉന്നതമാണ് അനുസരണമെന്ന പുണ്യം. നിയമങ്ങളും നിബന്ധനകളും അധികാരികളുടെ ഉപദേശങ്ങൾ പോലും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ചോദ്യം: സമർപ്പിതർക്ക് അനുസരണമെന്ന പുണ്യം അനുപേക്ഷണീയമാണോ? ഒരു സന്യാസിനിക്ക് അനുസരണമെന്ന പുണ്യം അനുപേക്ഷണീയമാണ്. അനുസരണയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്ന നന്മ പ്രവർത്തികൾ പോലും തിന്മയായും ഫലശൂന്യമായും തീരുന്നു. ചോദ്യം: അനുസരണമെന്ന പുണ്യത്തിനെതിരായ പാപം മാരകമാകുമോ? അധികാരികളെയോ അവരുടെ കൽപ്പനകളെയോ നിന്ദിക്കുകയോ അനുസരണക്കേട് മൂലം സഭാസമൂഹത്തിന് ആത്മീയമോ ഭൗതികമോ ആയ നഷ്ടം അനുഭവിക്കേണ്ടി വരികയോ ചെയ്താൽ അത് മാരകമായ പാപം ആയിരിക്കും. ചോദ്യം: എന്ത് തെറ്റുകളാണ് ഈ വ്രതത്തെ അപകടപ്പെടുത്തുന്നത്? അധികാരികൾക്കെതിരായ മുൻവിധികൾ, അവരോടുള്ള വിരോധം, പിറുപിറുപ്പ്, വിമർശനം, മന്ദത, അവഗണന എന്നിവ ഈ വ്രതത്തെ അപകടപ്പെടുത്താം. അനുസരണത്തിൻ്റെ വ്യാപ്തി. ഉടനടിയുള്ള പൂർണ്ണ നിർവഹണം, മനസ്സിൻ്റെ അനുസരണം, അധികാരിയുടെ ഉപദേശത്തിന് കീഴ്പ്പെടാൻ മനസ്സ് ബുദ്ധിയെ നിർബന്ധിക്കുന്നു. കൂടാതെ അനുസരണത്തെ സഹായിക്കാൻ ഇഗ്നേഷ്യസ് നിർദ്ദേശിക്കുന്ന 3 മാർഗങ്ങൾ. അവർ ആരു തന്നെയായാലും അധികാരിയിൽ ദൈവത്തെ കാണുക, അധികാരിയുടെ ആജ്ഞയെയും ഉപദേശത്തെയും നീതീകരിക്കുക, പരിശോധിക്കാതെയും വീണ്ടും വിചാരം കൂടാതെയും
ഓരോ അജ്ഞതയെയും ദൈവത്തിൽ നിന്ന് വരുന്നതായി കരുതി സ്വീകരിക്കുക. പൊതുവെ പറഞ്ഞാൽ എളിമ. എളിമയുള്ളവർക്ക് ഒന്നും പ്രയാസമുള്ളതല്ല.